രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് സിജോയിലൂടെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. The same message that God has also given me to share with you this morning. പറ്റി നിൽക്കുന്നവരെ വിടുവിക്കുന്ന ദൈവം, ഒരടിമയെ പോലെ യജമാനെ സേവിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. രൂത്ത് പറ്റി നിന്നതുപോലെ. I want to remind you today of a God that helps like a slave who sticks with the master, like Ruth who stick with Naomi. So God is someone who looks out for the people who sticks close to God. Amen. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് പകൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാമല്ലോ. For today, let's look at Luke chapter 17, verses 7 to 10. Verse 10 also, please read in English. So you also, when you have done everything you were told to do, should say, "We are unworthy servants. We have only done our duty." We are unworthy servants. കഴിഞ്ഞ ദിവസം ഞാൻ ഈ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചു. Last week, I actually talked about a couple of things from the beginning part of this chapter. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തീയ ജീവിതത്തിൽ അത്യാവശ്യമായും അനുഷ്ഠിക്കേണ്ടതായ ചില ക്വാളിറ്റീസിനെ കുറിച്ച്, 4 essential qualities for a Christian life, അത് ആ ഒരു ബേസിൽ അതിനുള്ള ബന്ധത്തിലാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത്. അതിൽ ഒന്നാമത്തേത് forgiveness. So Jesus talked to his disciples about some of the 4 essential qualities that you need to have in a Christian life, and the first one is forgiveness. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രയിലാണ് യേശു കർത്താവ്. Jesus is on the way to Jerusalem. 16-17 അധ്യായങ്ങളിൽ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ അവരെ അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന പല മെസ്സേജുകൾ, ഉപമകൾ അതിനെ ചേർത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അധ്യായം ആ 17-ാം അധ്യായം. So chapter 17 is something where Jesus is speaking to disciples as they're going on the way to Jerusalem. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രവർത്തികൾ, അവരുടെ മനോഭാവങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കണ്ട് മനം മടുത്ത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുക, നിങ്ങൾ അവരെ പോലെ ആകരുത്, അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ക്രിസ്തുവിനെ സേവിക്കുമ്പോൾ, എൻ്റെ ശിഷ്യന്മാരായി ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ അത്യാവശ്യമായും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ, അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ഉപദേശിക്കുക ഈ അധ്യായത്തിൽ. Here Jesus, what he's doing is after watching the Pharisees and the Sadducees, and he is getting tired of the fake Christianity that they're living, and Jesus is trying to teach the disciples on how to live an actual Christian life that matters to God. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അവിടെ തമ്മിൽ ക്ഷമിക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. We looked at verses 1 to 6, and there it says it's all about forgiving one another. അതോടൊപ്പം തന്നെ യേശു കർത്താവിനോട് അവർ ചോദിച്ച ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അതിനുള്ള വിശ്വാസമില്ല, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല, അത് മനസ്സിലാക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന് യേശുവിനോട് അവർ ആവശ്യപ്പെടുകയാണ്. Here the disciples are saying, we don't understand what you're saying, but we do not get it, but what we want is that we need the faith to understand it.
അവിടെ ആ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് പിഴുത് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് യേശു കർത്താവിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. Here Jesus was trying to increase their faith by saying that if you have the faith as small as a mustard, if you ask the wild fig to uproot itself and go to the sea, and it will happen. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതാ, നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മിൽ വേദനയും മുറിവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. Here, as we live in the society, the words, maybe some of them might be might sting us, might hurt us, and it can happen because we live in the society. അത് നിമിത്തം നമ്മുടെ ഉള്ളിൽ ചില വൈരാഗ്യവും വിദ്വേഷങ്ങളും ഒക്കെ വളർന്നു വരുവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായിട്ട് ചില ആകാത്ത ഫലങ്ങളൊക്കെ നമ്മിൽ നിന്ന് പുറപ്പെടുവാനും സാധ്യതയുണ്ട്. And because of these, a lot of ill feelings towards others might arise in our heart, and we might actually act upon it. എന്നാൽ യേശു കർത്താവ് പറഞ്ഞത് അതിനെ വേരോട് പിഴുതു മാറ്റാനുള്ള ഒരു മാർഗമായി യേശു കർത്താവ് പറഞ്ഞത്, അത് നിങ്ങൾ മനഃപൂർവ്വമായി അവരോട് ക്ഷമിക്കുമ്പോൾ അതിൻ്റെ വേരുകൾ വേരോടെ പിഴുതു മാറ്റപ്പെടും. And Jesus was saying here that if you uproot that hate that you have against it and put it in the sea, that you will be able to forgive them. രണ്ടാമത്തെ ഭാഗത്ത് 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. ഫെയ്ത്ത്ഫുൾനെസ്, അതാണ് രണ്ടാമത്തെ ലെസൺ യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. So after the first lesson, the second lesson that we see from verse 7 is faithfulness. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. 7ാമത്തെ വാക്യത്തിൽ ഒരടിമയെക്കുറിച്ച്, ഒരു വീട്ടിലുള്ള ഒരടിമയെക്കുറിച്ച്, അഥവാ ആ അടിമ ചെയ്യുന്ന വേലയെക്കുറിച്ചുള്ള ഒരു വിശദീകരണം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, അങ്ങനെ ഒരടിമ യജമാനനെ അനുസരിച്ച് പറയുന്നതെല്ലാം ചെയ്യുന്ന ഒരു യഥാർത്ഥമായ വിശ്വസ്തനായ അടിമയെപ്പോലെ നിങ്ങൾ യജമാനനെ സേവിക്കണമെന്നുള്ള ലെസണാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. Here when Jesus talks about faithfulness or duty, Jesus talks about how a slave performs their duty by being faithful to their master. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സമയവും നാം വേല ചെയ്യാനാ മാറ്റിവെച്ചിരിക്കുന്നത്. Here in our life, we dedicate most of our time to actually doing work. നാം അലസരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God doesn't want us to be lazy. പൗലോസ്ലീഹ പറഞ്ഞത് വേല ചെയ്യാത്തവൻ ഭക്ഷിക്കുകയും അരുതെന്ന. Paul actually says that if you do not work, you should not also eat. നമ്മളൊക്കെ പല മാനേജ്മെന്റിന്റെ കീഴിൽ വേല ചെയ്യുന്നവരാ. We work in a lot under management. പലരുമൊക്കെ 8 മണിക്കൂർ തന്നെ വളരെ കഷ്ടിച്ച് പാടുപെട്ട് പ്രയാസപ്പെട്ട് മനസ്സിൽ ശപിച്ചുകൊണ്ടൊക്കെയാ വേല ചെയ്ത് 8 മണിക്കൂർ തീർക്കുന്നത്. Many actually have a hard time even finishing 8 hours of work every day. ചിലർ ചിന്തിക്കുന്നത് പാപത്തിന്റെ ഫലമായിട്ടുണ്ടായതായി ഈ കാര്യങ്ങളൊക്കെ വേലയും ജോലിയും ഒക്കെ പാപം ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. Many think that the work that we do, the 8 hours of work that we need to do, it came upon earth or on humans as a result of sin. നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് നിഷ്കന്മഷ യുഗത്തിൽ വെച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവരോട് പറഞ്ഞത്, ഉൽപ്പത്തി പുസ്തകം 2:15 തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവരെ അവിടെ ആക്കി വെച്ചു. But when we look in Genesis itself, we can see that even before sin came onto the earth, in Genesis 2:15 it says, the Lord God placed the man in the Garden of Eden to tend and watch over it. അതുകൊണ്ട് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാ എനിക്ക് ഈ വേലയെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഭാര്യയെ കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. Oh, so in our lives we should not blame our wives or husbands that we need to do all this work because of our spouses. വിവാഹവും കുടുംബജീവിതവും ജോലിയും വേലയും ഒക്കെ പാപം ലോകത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചാക്കിയതാണ്. A marriage, work, and everything actually came into this world because God had already designed it before even the world was there. മനുഷ്യൻ കൈകൊണ്ട് വേല ചെയ്ത് ഉപജീവനം കഴിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. It is part of God's plan that man must work with his hands and to earn a living.
എന്നാൽ ഈ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വിഷയം എന്ന് പറയുന്നത് ഇച്ചിരി നേരം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ക്ഷീണിക്കുകയും ടയർഡാകുകയും സ്വെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പാപം കൊണ്ടുണ്ടായതാണ്. എന്നാൽ ആദ്യമേ തന്നെ ജോലി ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു. Even though that there is a call to that you shouldn't use your hands to work, that it is because of sin that we feel fatigue and tired after a day's work. എന്നാൽ ആ ജോലി നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് യേശു കർത്താവ് ഇവിടെ പറഞ്ഞത്. But Jesus is telling, how do we do this work? നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നാണ് യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. Jesus is trying to teach us what should be our attitude while we do this work. അത് ദൈവിക ശുശ്രൂഷയിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന ഓഫീസിലും നമ്മുടേതായ കോർപ്പറേഷനിലും നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയിലും നമ്മുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്നാണ് ഈ വേദഭാഗം യേശു കർത്താവ് ഓർപ്പിക്കുന്നത്. Here Jesus is trying to say, not only when it comes to like godly matters, but wherever you are, whatever work you do, how do you conduct yourself and what is your attitude? 7-ാം വാക്യത്തിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. വളരെ ആ കാലഘട്ടത്തിൽ അവർക്ക് പരിചയമുള്ള ഒരു ഉപമയാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. In verse 7 it says, suppose one of you as a servant plowing or looking after the sheep. And Jesus is talking about the thing that was really common during that time. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ അല്പം നമുക്ക് ഇച്ചിരി അരോചകമായിട്ട് തോന്നിയാലും അന്ന് അത് കോമൺ. അന്നത്തെ കൾച്ചറിൽ മാർക്കറ്റിൽ പോയി ഒരു അടിമയെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച് വീട്ടിലെ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു അടിമയെ ചുമതലപ്പെടുത്തുക സാധാരണമാണ്. Even though in the modern time that slavery is looked down on, back in the day, during Jesus' time, it was very common to go to the market, buy a slave and come back and get them to actually do all the work at home. അന്ന് മാത്രമല്ല, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ രാജ്യത്തും ഇന്ത്യയിലും ഒക്കെ സർവ്വസാധാരണമായിരുന്നു അടിമകൾ. Not just 2,000 years ago, even as close as maybe 100 years ago, it was very common to have slaves even in India or America. ഇന്നും ആഫ്രിക്കൻ കൺട്രീസിലുമൊക്കെ പലയിടത്തും ഇന്നും അടിമകളുണ്ട്. Even in the African countries, we can see that even today there are some slaves. ഏതാണ്ട് 30% ആ കാലഘട്ടത്തിലെ ഏതാണ്ട് 30% പോപ്പുലേഷൻ അടിമകളായിരുന്നു എന്നാ ചരിത്രം പറയുന്നത്. During that time, historians tell us that there are about 30% of the population were slaves. നമുക്കറിയാം, slavery was officially abolished on December 6, 1865 in America. എന്നാൽ അതിൻ്റെ അലയൊലികൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. That even though slavery was abolished, that there are still a lot of discussions about it. പലരുടെയും ജോലിയും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വേറൊരു രൂപത്തിൽ ഇന്നും നമ്മുടെ കമ്പനികളും നമ്മുടെ കോർപ്പറേഷനും മാനേജ്മെന്റുകളും ഒക്കെ ഇന്നും ജനത്തെ അടിമകളാക്കി വേല ചെയ്യിക്കുക. That even when I sometimes look at some of the management structures and companies, that I feel like even today there is some sort of slavery happening. ഏതാണ്ട് 100-150 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് അടിമകളായി കൊണ്ടുവന്നവരെ വേല ചെയ്യിച്ച് ചൂഷണം ചെയ്തതിൻ്റെത് അവരുടെ ഡിസെൻഡൻസ് ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനുള്ള നഷ്ടപരിഹാരങ്ങളും അപ്പോളജിയും ഒക്കെ ഗവൺമെന്റിൽ നിന്ന് വേണമെന്ന് പറഞ്ഞ് ഇന്നും ഈ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അമേരിക്കയിൽ. Even though we can see that because of the past of slavery where African Americans were bought, that there's still a lot of talk about reparations and things to rectify some of the mistakes that happened earlier. അതുകൊണ്ട് തന്നെ നമുക്കും ഈ വിഷയം പറയുമ്പോൾ മനസ്സിലാകുന്ന വിഷയമാ. മുമ്പ് ഒത്തിരി കാലത്തെ അല്ലെങ്കിൽ 2000 വർഷം മുമ്പത്തെ ചരിത്രമല്ല, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയമാ. നമ്മൾ ഇവിടെ യേശു കർത്താവ് പറഞ്ഞ വാക്ക് നമ്മൾ ചിന്തിക്കുന്നത്. When we look at this, we can, it's not something that happened 2,000 years ago. It was relevant 2,000 years. Even today, it is relevant what Jesus said. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ യേശു പറഞ്ഞ ആ കുടുംബത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒരു കൊച്ചു കുടുംബമായിട്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. When we look from verse 7 to 9, we look here Jesus talking about maybe a small family. വലിയ വീടുകളിലൊക്കെ ഒത്തിരി അടിമകൾ ജോലി ചെയ്യാനായിട്ട് കാണും, ഫീൽഡിലും ഒക്കെ ആയിട്ട് ഒത്തിരി അടിമകൾ കാണും. എന്നാൽ ഈ ഭവനത്തില് ഈ വീട്ടില് ഒരടിമയുള്ളതായിട്ടാണ് യേശു കർത്താവ് പറയുന്നത്. In big families or where wealthy families, there might be many slaves, but in this specific family where Jesus is talking about, there's one slave. അതുകൊണ്ട് തന്നെ ഈ ജോലിയെല്ലാം വേറൊരാളൂടെ ചെയ്യട്ടെന്ന് പറയാനാ മറ്റൊരാളില്ല. So here, there is nobody else that the slave can point to and get the work done, but he has to do it all himself. വളരെ
ചൂസ് ചെയ്ത് സെലക്റ്റഡ് ആയിട്ടുള്ള മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു അടിമയാ ഈ ഉടമസ്ഥൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. Here we can assume that the slave was a multi-talented, very someone with a lot of ability. അദ്ദേഹം ഫീൽഡിലും വർക്ക് ചെയ്യും, വീട്ടിലും വർക്ക് ചെയ്യും, ആടിനെ മേയ്ക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. യജമാനന്റെ ഇഷ്ടം അതുപോലെ നിവർത്തിക്കുന്ന ഒരടിമ. Here we see a servant who performs and does the duty that is satisfying to the master, from looking after the household duties to the work in the field to looking after the animals to pretty much anything that goes on in the household. പകലന്തിയോളം രാത്രിയോളം വർക്ക് ചെയ്ത് ആ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കോർണറിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അടിമ. Here we see a servant who is probably sleeping in a corner of the house after doing all the work, goes to sleep, gets up early in the morning and does it all again the next day. ഈ ജോലിയെല്ലാം ചെയ്തതിന് ശേഷവും ഒരു പരാതിയുമില്ല, ഒരു പരിഭവവുമില്ല. യജമാനിൽ നിന്നൊരു താങ്ക് യു പോലും, ശമ്പളം പോയിട്ട് ഒരു താങ്ക് യു പോലും ലഭിക്കുന്നുമില്ല. Here the servant is not receiving any sort of appreciation from his master. ലഭിക്കുന്നില്ലെന്നല്ല, പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അതിന് യോഗ്യതയൊന്നുമില്ല. ആ യജമാനൻ ഒരു താങ്ക് യു പറയാനോ ശമ്പളം കൊടുക്കാനുള്ളതായ ഉത്തരവാദിത്വം തനിക്കില്ല. കാരണം താൻ വിലയ്ക്ക് വാങ്ങിയതാണ് ഈ അടിമയെ. Not just receiving any appreciation, but not even expecting it, because this master had bought this servant at full price. ഇങ്ങനെ ഒരു സെർവൻറ്റിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ഇപ്പം നമ്മളിൽ പലരുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. That we might sometimes hope for, maybe we can get a servant like this to take care of our needs at home. പ്രത്യേകിച്ച് നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന പേരൻസ് വളരെ ആഗ്രഹിക്കും ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന്. Especially parents who take care of very small kids might want to have someone like this who might take care of them. ഇതൊക്കെ നമ്മുടെ ഡ്രീം മാത്രമാണ്. അമേരിക്കയിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഒരു സെർവൻറ്റിനെങ്കിലും വെക്കാമായിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. Here it is just a pipe dream because we're in the United States, but maybe if we were in India or something, it could have happened. ആ കാലഘട്ടത്തിൽ ഒരു അടിമയെ മാർക്കറ്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ആ അടിമയ്ക്ക് വേല ചെയ്യുവാൻ നിയുക്തനാ ആ അടിമ. So back in the day, if you bought a slave from the market, that slave was committed and attached to that master for their entire life. സ്വന്തമായിട്ട് യാതൊരു റൈറ്റും ഈ അടിമയ്ക്കില്ല. The slave had absolutely no right to themselves. And the master has no obligation to pay or say thank you to the slave. ആ ഒരു അടിമയെ പോലെ ക്രിസ്തുവിൻ്റെ വേല, ക്രിസ്തുവിൻ്റെ അടിമയായി ഞാനും നിങ്ങളും ആയിരിക്കണമെന്നാണ് യേശു കർത്താവ് പറഞ്ഞു വരുന്നത്. Just like that slave, what Jesus is trying to say is that we must be a slave to Christ. അങ്ങനെ ആകാൻ നമുക്ക് പറ്റുമോ? Can we become like that? നമ്മളൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ്. നമ്മളെ ആരും അടിമയെന്നൊന്നും വിളിക്കുന്നതും ആർക്കും അടിമപ്പെടാനും ഒന്നും നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. We are people of some self-dignity that we don't really want anyone else to call us a slave. അങ്ങനെ ആരും നമ്മെ വിളിക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. We don't even like anyone calling us that. എന്നാൽ ഡൂലോസ് എന്ന ഗ്രീക്ക് പദം അടിമ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡൂലോസ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം അടിമയെന്നായിരുന്നു ബൈബിളിൽ വിവർത്തനം ചെയ്യേണ്ടത്. ആ ഒരു അടിമയെന്ന് വിളിക്കാൻ കാരണം ഇന്നത്തെ നമ്മൾ കാണുന്ന കേട്ടിട്ടുള്ള അടിമയെക്കുറിച്ചുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ബൈബിൾ വിവർത്തകർ അതിനെ സെർവൻ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. The Greek word doulos actually means slave, but because of the political correctness around it, when they actually translated it, it became servant. എന്നാൽ നമുക്ക് ഇന്ന് അതും പോരാ. സെർവൻ്റ് എന്ന് വിളിക്കുന്നതും ഇപ്പം നമുക്ക് കുറവാ. റവറൻഡ് എന്നും മോസ്റ്റ് റവറൻഡ് എന്നും ഒക്കെ വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം ഇന്ന്. Today, that even the name or the term servant is also looked down on, and we want to be called or we want to be hallowed or call ourselves as the reverend or the most reverend or the most high. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു മീറ്റിങ്ങിൽ വെച്ച് ഒരു പാസ്റ്ററെ ബ്രദർ എന്ന് വിളിച്ചതിന് ആ സംഘാടകരെ സൂ ചെയ്തതായിട്ട് ഞാൻ കേട്ടു. I've heard of a story where there was a pastor who sued the organizer of the meeting because they didn't call him a pastor, instead he called him a brother.
പരീശന്റെ ചിന്താഗതിക്കും ശാസ്ത്രിയുടെയും പരീശന്മാരുടെയും ചിന്താഗതികൾക്കും മനോഭാവങ്ങൾക്കും ഒക്കെ മാറ്റം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കാൻ ആ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. God has called us to live a life that is separate from the one that is led by the Pharisee and the Sadducees. ആ കാലഘട്ടത്തിൽ അടിമയെന്ന് വിളിക്കുവാൻ, യേശുവിന്റെ അടിമയെന്ന് പറയുവാൻ ആ കാലഘട്ടത്തിൽ ആദ്യ പിതാക്കന്മാർക്ക് ഒരു മടിയുമില്ലായിരുന്നു. In that day, in those days, the fathers of the early church had no trouble in calling themselves as the slaves of Jesus Christ. നമുക്കറിയാം, യേശു കർത്താവിന്റെ സ്വന്തം സഹോദരങ്ങളായ അല്ലെങ്കിൽ ഹാഫ് ബ്രദേഴ്സ് ആയിട്ടുള്ള യാക്കോബും യൂദയും ഒക്കെ തങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലും യൂദയുടെ ലേഖനത്തിലും പൗലോസ് ലീഗ പല പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിമ, യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്നാണ് അവരെല്ലാവരും അവരെക്കുറിച്ച് സംബോധന ചെയ്തിരിക്കുന്നത്. When we look at the early church founders, even when you look at the half brothers of Jesus Christ, when they introduce themselves to the believers of the church, they always call themselves as the slaves of Jesus Christ. അഭിമാനത്തോടെ ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് പറയാൻ കഴിയുമായിരുന്നിട്ടും അവരാഗ്രഹിച്ചത് ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണ്, യേശുവിന്റെ അടിമയാണ് എന്ന് പറയുവാനാണ്. അതിലാണ് അവർ അഭിമാനം കൊണ്ടത്. Even though they could have proudly said, I am a brother of Jesus Christ, they humble themselves and call themselves, I am a slave of Jesus Christ. ഒരു അടിമയും ഒരു സെർവന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. There's a difference between slave and servant. Oh, there's a difference between a slave and a servant. ഒരു സെർവന്റ് വേജസിന് വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്. A servant works for wages. And he has the right to quit. എപ്പം വേണം ജോലി ചെയ്യണമെന്ന് അവന് തീരുമാനിക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇട്ടേച്ചു പോകാം. എന്നാൽ ഒരു അടിമയ്ക്ക് അത് പറ്റത്തില്ല. A slave has a right that if he doesn't like the work, he can always quit and leave, but a slave can never do that. ഒരു സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം certain റൈറ്റ്സും അതുപോലെ തന്നെ ലഭിക്കേണ്ടതായ ചില ബെനിഫിറ്റ്സും ഒക്കെ സെർവന്റിനുണ്ട്. A servant has a right to receive some dignities and some benefits related to the work that they do. ഡേ ഓഫും ഓവർ ടൈമും മെഡിക്കൽ ലീവും ഒക്കെ ഒരു സെർവന്റിനെ സംബന്ധിച്ചിടത്തോളം എലിജിബിളാ. They're eligible to receive paid time off, sick days and vacation time. നല്ലൊരു അടിമയെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം. ഏതൊരാവശ്യം വന്നാലും രോഗം വന്നാലും ഒരേ ഒരിടമേ ഉള്ളൂ നോക്കുവാൻ, അത് യജമാനന്റെ മുഖത്തേക്കാ. But when it comes to the slave, when they're sick, when they have trouble waking up, when they're going through any trouble, the only thing they can do is to look up to the master. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മർമ്മമുണ്ട്. God doesn't owe us anything. Here the mystery that we see is that God doesn't owe us anything. അപ്പോൾ തന്നെ നാം ദൈവത്തിന് മുഴുവനായി നാം ഓവ് ചെയ്യുന്നവരാ, നമ്മെ തന്നെ മുഴുവനായിട്ട്. That God doesn't owe us anything, but we owe everything to God. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. If we understand the mystery, or if we understand the mystery is revealed to us, we'll be able to understand a lot of things. നമ്മുടെ പരാതികളും പരിഭവങ്ങളും ദൈവവേലയിലും മറ്റ് വർക്ക് പ്ലേസിലും ബാക്കിയുള്ള ഏരിയകളിലും ഒക്കെ ഉള്ള ഒത്തിരി പ്രശ്നം, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നു, ഇത്രയും വേല ചെയ്യുന്നു, എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, ആരും താങ്ക് യു പറയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ഈ വാക്യം നമ്മൾ മനസ്സിലാക്കിയാൽ. If you're able to understand this verse, we will be able to understand that, we will not complain that, there are people not talking to us, there are not people who are not minding us, there are people who are not understanding where I come from, or the pains and the sufferings that I have to go through every day. ഞാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, എന്നിട്ടും ദൈവം എനിക്കതൊന്നും ഞാൻ ചോദിച്ചതൊന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ദൈവം ഒന്നും ചെയ്യുന്നില്ല നമ്മിൽ നിന്ന്. If we understand this verse, we will understand that, sometimes when we pray and we fast, then God doesn't respond to us. But when we understand this, that God does not owe us anything. 10th വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. 10th വാക്യം അതിനുള്ള മറുപടിയാ. When you look at verse 10, this is the response.
So you also, when you have done everything you were told to do, should say, we are unworthy servants. We have only done our duty. ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് പോലും ചെയ്യുന്നില്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. When it comes to us, we have to agree that sometimes we don't even do the things that we're supposed to do. അതിനർത്ഥം ക്രിസ്തുവിനെ സേവിക്കുവാൻ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ, തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. So when we look at a person who has committed their lives to God, that we need to know that they need to set aside their own desires and wishes. നമ്മുടെ പ്രിഫറൻസിനും പ്രയോറിറ്റിക്കും ഒന്നും അവിടെ സ്ഥാനമില്ല. That there is no place for our preference and our priorities. രാവിലെ നാം മനസ്സിലാക്കണം നാം ആരെയാ സേവിക്കുന്നത്, നമ്മുടെ യജമാനൻ ആരാ എന്നുള്ളത് ഇന്ന് പകൽ നാം മനസ്സിലാക്കണം. This morning we need to understand who are we serving, who is our master. പാപത്തിനും പിശാചിനും അടിമപ്പെട്ട് അടിമകളായി മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ തേടി സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് നമ്മുടെ മേൽ വെച്ചിരുന്ന ആ ഫുൾ പ്രൈസ് ടാഗും കൊടുത്ത്, ആ മുഴുവലയും കൊടുത്ത്, സ്വന്തം ജീവൻ നൽകി വിലയ്ക്ക് വാങ്ങിയ ആ യജമാനനെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമ്മെ തന്നെ മറന്ന് എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിൽ നമ്മെ സറണ്ടർ ചെയ്യുവാനായിട്ട് കഴിയും. We were destined for death and we were destined to be under Satan, but Jesus came on this earth, paid the full price with his blood, and we need to understand that we are his master, and we need to completely submit ourselves to him. ജീവൻ തന്നു സ്നേഹിച്ച ആ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അവനെ സേവിക്കുവാൻ എന്നെ നിർബന്ധിക്കുന്നത്. It is the love that we have for Jesus who gave his life for us. That is what compels us to work for him. പഴയ നിയമചരിത്രം പഠിച്ചാൽ പുറപ്പാട് പുസ്തകം 21 അധ്യായങ്ങളിലൊക്കെ അതിന്റെ പ്രാരംഭ വാക്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചാൽ ഒരു എബ്രായനെ, ഒരു യജമാനൻ അല്ലെങ്കിൽ ഒരു എബ്രായ ദാസനെ 7 വർഷം 6 വർഷം വീട്ടിൽ വേല ചെയ്യിച്ചിട്ട് 7-ാം വർഷം സ്വതന്ത്രനാക്കി വിടണമെന്നായിരുന്നു പ്രമാണം കൊടുത്തിരുന്നത്. In the Old Testament, when we look at Exodus, we see that the old rules were that when you have a slave in the house, you make them work for 6 years, and the 7th year you set them free. എന്നാൽ 7-ാം വർഷം അവനെ സ്വതന്ത്രനാക്കി, അവന് പോകണം, അവനെ ആ യജമാനെ വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചാൽ അവനെ സ്വതന്ത്രമാക്കി വിട്ടയക്കണം. അതായിരുന്നു പ്രമാണം. So in the 7th year, if the slave desires to leave, the master is obligated to free the slave and let him leave. എന്നാൽ ആ അടിമയ്ക്ക് ആ യജമാനനോടുള്ള സ്നേഹനിമിത്തം ആ യജമാനെ വിട്ടുപോകുവാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, ആ യജമാനൻ ദൈവം മുൻപാകെ അവനെ കൊണ്ടുവന്നിട്ട് കട്ടളയോട് ചേർത്ത് ഡോർ പോസ്റ്റിനോട് ചേർത്ത് അവൻ്റെ ചെവി കുത്തി തുളയ്ക്കണം. അതാണ് അവർക്ക് കൊടുത്തിരുന്ന പ്രമാണം. So if the slave after the 7th year does not want to leave, the law was that you need to bring the slave to by the doorpost and you need to pierce their ear. ആ ഒരടയാളം ഉള്ളിടത്തോളം ആയുഷ്കാലം മുഴുവൻ ആ യജമാനെ ആ ദാസൻ സേവിക്കാൻ കടപ്പെട്ടവനാ, ബാധ്യസ്ഥനാ. So when the ear was pierced, it was like a sign saying that the slave is committed to that slave for their entire life. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞതും, ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കുവാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച അപ്പോസ്തല പ്രവൃത്തി 21-22 അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിക്കുവാൻ കൂടെ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക എന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞത്. So when we look at Paul says that I carry the footprint of Jesus in me, and he was committed to being a slave for his entire life, and everywhere he goes, that even though he had to be in chains for Christ, that he didn't mind it. ക്രിസ്തുവിനോടുള്ള സ്നേഹമാ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. His love for Christ is what encouraged him to do these things. ഉൽപ്പത്തി പുസ്തകം 29-20 മുതലുള്ള വാക്യങ്ങളിൽ, 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ലാബാന്റെ വീട്ടിൽ വേല ചെയ്യുന്ന കാര്യം അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. In Genesis we see how Jacob used to work for Laban.
താൻ സ്നേഹിച്ച റേച്ചലിന് വേണ്ടി 7 വർഷം താൻ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വേല ചെയ്തു. To get the hand of Rachel, he'd worked in Laban's house for 7 years. അതൊരു എഗ്രിമെന്റ് പുറത്താണ്. ലാബാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്തിരിക്കുക, റേച്ചലിനെ കല്യാണം കഴിച്ചു തരണമെങ്കിൽ 7 വർഷം നീ എനിക്ക് സേവ ചെയ്യണം, വേല ചെയ്യണം, എൻ്റെ വീട്ടിൽ വേല ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. It was based on an agreement where Jacob signed with Laban that if he worked for 7 years, that he would get the hand of Rachel. പക്ഷെ കല്യാണ ദിവസം അറിഞ്ഞത് ലാബാന് ആ കോൺട്രാക്ട് ലംഘിച്ചു. തനിക്ക് ലഭിച്ചത് ആഗ്രഹിച്ച സ്നേഹിച്ച റേച്ചലിനെ അല്ല, അതിന് പകരം മൂത്ത സഹോദരിയാണ് ലേയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്ന് മനസ്സിലായത്. Only on the day of the wedding did Jacob realize that Laban had violated the contract, that instead of the woman that he loved, Rachel, instead he was married to Leah. ഇവർ തമ്മിൽ വഴക്കായി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ കൾച്ചർ അനുസരിച്ച് മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവളെ കെട്ടിച്ചു കൊടുക്കാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. So Laban actually came up with an excuse saying that in our culture we don't marry the younger one when the older one is still unmarried. ഒടുവിൽ അവർ ഒരു കോംപ്രമൈസിലെത്തി. അടുത്ത 7 വർഷം കൂടെ റേച്ചലിന് വേണ്ടി ജോലി ചെയ്യാനായിട്ട് പറഞ്ഞു. So they came to a compromise and saying that if you work for another 7 years, I'll give you the hand of Rachel. 7 വർഷം ലാബാൻ താൻ ഇഷ്ടപ്പെട്ട റേച്ചലിന് വേണ്ടി ജോലി ചെയ്തു. So for another 7 years, Jacob worked for Laban to get the hand of Rachel. ആ ഭാഗത്ത് ഞാനത് പറയാൻ വന്നത്, അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ പറയുന്നത്, അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് അല്പകാലം എന്ന് തോന്നി. That here, there's a verse that says that Jacob, because he loved Rachel, it felt like a very short time. അവളോടുള്ള സ്നേഹം നിമിത്തം സമയം പോയത് അറിഞ്ഞില്ല. Because of his love for Rachel, he didn't even realize that 7 years went by really fast. അവളോടുള്ള സ്നേഹം നിമിത്തം ആ ജോലിയുടെ കഷ്ടപ്പാടുകളൊന്നും ഓർക്കുന്നില്ല. Because of his love for Rachel, that he doesn't care about how hard the work that he had to do. ഇന്ന് പകൽ ക്രിസ്തുവിനെ സേവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അവനോടുള്ള സ്നേഹം എങ്ങനെയുണ്ട്? അവനോടുള്ള ഉറ്റ സ്നേഹത്തിലായിരിക്കുന്നെങ്കിൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ ക്രിസ്തു നിമിത്തം അവന് വേണ്ടി അധ്വാനിക്കുന്നതിൽ, പ്രവർത്തിക്കുന്നതിൽ, വിശ്വസ്തത കാണിക്കുന്നതിൽ ഞാനും നിങ്ങളും പുറകോട്ട് പോകത്തില്ല. അവൻ്റെ സ്നേഹത്തെ നാം അവനെ ഉറ്റ സ്നേഹിക്കുന്നെങ്കിൽ മറ്റു വിഷയങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. So this morning I want to ask you, how much do you love Jesus? That if you love him a lot, that no matter anything that you do for him, even the hard work that you do, everything that you do, it will not feel like anything. നമ്മോട് തന്നെ നാം ഇന്ന് പകൽ ചോദിക്കണം, ക്രിസ്തുവിനോടുള്ള സ്നേഹം എങ്ങനെയുണ്ട് ഇന്ന് രാവിലെ? So this morning everyone should ask themselves, how much do I love Jesus? നാം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെയാണോ ചെയ്യുന്നത്? So the question that I do the things that I do for Christ with happiness? നാം ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ നിന്നാണോ ചെയ്യുന്നത്? Is it coming from love? ഞാൻ ക്രിസ്തുവിന്റെ അടിമയാണോ? Am I a slave of Christ? അതോ ഞാൻ ക്രിസ്തുവിന്റെ കൂലിക്കാരനാണോ? Or am I just a servant of Jesus? എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നത്? Am I doing this for worldly gains? ചോദിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ ഞാൻ മടുത്തു പോകാറുണ്ടോ? Do I get tired, or do I just give up when I don't get the things that I request from Christ? കർത്താവിന്റെ സേവയിൽ, കർത്താവിനെ സേവിക്കുന്നതിൽ നാം പുറകോട്ട് പോകാറുണ്ടോ? Do we back down from our work that we do for Christ? നാം സ്ഥാനത്തിനും മാനത്തിനും ഒക്കെ വേണ്ടിയാണോ കർത്താവിനെ സേവിക്കുന്നത്? Do we do these things for worldly positions? ദൈവം നമ്മെ ചില പ്രത്യേക പൊസിഷനിലും സ്ഥാനങ്ങളിലും ഒക്കെ ഒരുപക്ഷെ ആക്കിയെന്ന് വരാം കർത്താവിന്റെ വേലയിൽ. God might actually put us in many different positions in his work. അപ്പോൾ നാം മനസ്സിലാക്കണം, ലീഡ് ചെയ്യുന്നവര്, ലീഡേഴ്സ് മറ്റുള്ളവരുടെ ദാസനാകണമെന്ന് കർത്താവ് പറഞ്ഞു. But in that position, what we need to understand is that if you're a leader, that leader is a servant to other people. പ്രസ്ഥാനത്തിന്റെയും സഭകളുടെയും ഒക്കെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി പൊസിഷനിലും ഒക്കെ വരുമ്പോൾ ആം സംബടി എന്ന് പറയാനല്ല, മറ്റുള്ളവരെ സേവിക്കുവാൻ, അധികം സേവിക്കുവാൻ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതെന്ന് അറിഞ്ഞ് നമുക്ക് വളരെ താഴേണ്ടതായിട്ടാണ് ഉള്ളത്. So when we get these positions, we should not be arrogant thinking that, I gained these positions, but what we should instead think that
we should use these positions to serve the people around and be humbled. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവിനെന്ന പോലെ, അത് എവിടെയാണെങ്കിലും ക്രിസ്തുവിനെന്ന പോലെ ക്രിസ്തുവിൻ്റെ അടിമയായി ദൈവം കൽപ്പിക്കുന്നത് ചെയ്യുവാൻ, വിശ്വസ്തയോടെ ചെയ്യുവാൻ, പരമാർത്ഥതയോടെ ചെയ്യുവാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയട്ടെ. In this time that I want to say is that that we need to be committed to Christ and do the work that He has given to us as a slave without any complaints and wholeheartedly loving Christ. ഇവിടെ ചെയ്യുന്ന സകല കർത്താവിന് വേണ്ടി അവന്റെ നാമത്തിൽ ചെയ്യുന്ന സകല പ്രവർത്തിക്കും കൂലിയും പ്രതിഫലവും അവന്റെ പക്കലുണ്ട്. That for everything that we do for Christ, that there will be a reward for us. നാം ഈ ഭൂമിയിലെ വേലധിക ചക്രനാട്ടിൽ ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാൻ, എൻ്റെ വിശ്രാമത്തിലേക്ക്, എൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പീൻ എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുവാൻ, അധികത്തിന് വിചാരകനായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let God help us so that when we die and when we pass one day, that when we go up to the stairs of heaven, that God will call us, "Oh faithful servant, come in and be partake in this." ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വഭാവം, ഫെയ്ത്ത്ഫുൾനെസ്. What God wants of us is to have an attitude where we are faithful. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. വിശ്വസ്തരായിരിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ മഞ്ഞ് പെയ്തിറങ്ങുന്നത്. So faithfulness comes from earth and justice comes from heaven. And when there is faithfulness, there will be justice flowing from heaven. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ചെറുതാകട്ടെ വലുതാകട്ടെ, വിശ്വസ്തയോട് അവൻ്റെ വേല തികയ്ക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. Whatever the duty that God has given us, that we hope that we will be able to complete that duty faithfully. Let God help us.